സ്കൂൾ പാഠ്യപദ്ധതിയിൽ ലഹരി വിരുദ്ധ പാഠങ്ങൾ ഉൾപ്പെടുത്താൻ ഭരണമണ്ഡലങ്ങളിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാവശ്യപ്പെട്ട് ലഹരി നിർമ്മാർജ്ജന സമിതി തലശ്ശേരി എംഎൽഎയും നിയമസഭാ സ്പീക്കറുമായ അഡ്വക്കേറ്റ് എൻ ഷംസീറിന് നിവേദനം നൽകി. കേരളത്തിലെ എല്ലാ എംഎൽഎമാർക്കും മന്ത്രിമാർക്കും നിവേദനങ്ങൾ നൽകുന്നതിൻ്റെ ഭാഗമായാണ് സ്പീക്കർക്കും നിവേദനം കൈമാറിയത്. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ലഹരി വിരുദ്ധ പാഠങ്ങൾ ഉൾപ്പെടുത്താൻ ഭരണമണ്ഡലങ്ങളിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് സ്പീക്കർക്ക് നിവേദനം നൽകിയത്. LNS തലശ്ശേരി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PM അബ്ദുൾ ബഷീർ, NC അഹമ്മദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് PP മുഹമ്മദ് അലി, മണ്ഡലം ജോയിന്റ് സെക്രട്ടറിമാരായ NB സുലൈമാൻ, COT ഫസൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ഖാദർ മുണ്ടേരി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമർ വിളക്കോട്, ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് പൂന്തോട്ടം, മുസ്തഫ മുതുവന, KM മുഹമ്മദ്, അബ്ദുള്ള പുത്തൂർ, KM മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരിയുടെ ഉപയോഗം ഏറ്റവും അധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് കൗമാരക്കാരുടെ ഇടയിലും വിദ്യാർത്ഥികളുടെ ഇടയിലുമാണെന്ന് പഠനം തെളിയിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ലഹരിയുടെ വ്യാപനം കുറയ്ക്കുന്നതിന് സ്കൂൾ തലം മുതൽ UP തലം മുതൽ കോളേജ് തലം വരെയുള്ള പാഠപുസ്തകങ്ങളിൽ പാഠ്യപദ്ധതികളിൽ ലഹരി വിരുദ്ധ പാഠങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കൗമാരകാലം തൊട്ട് തന്നെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഇടയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തിക്കഴിഞ്ഞാൽ ഈ ലഹരി വ്യാപനത്തിന് ഒരു പരിധി ഉണ്ടാകുകയും ഒരു ശമനമുണ്ടാകുകയും അത് കുറയുകയും ചെയ്യുമെന്ന് ലഹരി നിർമ്മാർജ്ജന സമിതിയുടെ സംസ്ഥാന സമിതി ആലോചിച്ച് തീരുമാനമെടുത്തതിനാൽ ആ പാഠ്യപദ്ധതികൾ ഉൾപ്പെടുത്താൻ ഭരണകൂടങ്ങളിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ എല്ലാ MLAമാർക്കും എല്ലാ മന്ത്രിമാർക്കും ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും നിവേദനം കൊടുക്കാൻ വേണ്ടി ലഹരി നിർമ്മാർജ്ജന സമിതി